സ്വാഗതം. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് ഇത്താത്താന്റെ വീട്ടിലാണ്. ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു കുറെ ദിവസമായി. എത്ര ദിവസമാണെന്ന് എനിക്കറിയില്ല, കുറേ ദിവസമായി വന്നിട്ട്. അപ്പൊ ഞാന് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് കാണിക്കണം, കുറച്ച് ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് പോയച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ സ്കൂൾ തുറക്കാനായി, സ്കൂൾ തുറന്നാൽ പിന്നെ ഇവിടെ വരത്തൊന്നും നടക്കൂലല്ലോ. അപ്പൊ അതിന് വേണ്ടി അങ്ങനെ വന്നപ്പോൾ കുറെ ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ നാളെ തിരിച്ചു പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഈവനിങ് വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ എനിക്കൊന്ന് നേരം കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ നേരം കിട്ടിയതല്ല, വെറുതെ കുത്തിയിരുന്നിട്ട് നേരം കളഞ്ഞു, അങ്ങനെ വേണം പറയാം. വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ കണ്ട് അങ്ങനെ കുത്തിയിരുന്ന് വെറുതെ സമയം കളഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈവനിങ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേവിക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇതാ പോവാൻ നേരമായപ്പോൾ, ഇത്രയും ദിവസം കളിയേനു, പോവാൻ നേരമായപ്പോൾ കരച്ചിലും. ഏടാ മുട്ട വേവണ്ടേ? അപ്പൊ അതിന് മുട്ട കണ്ടിട്ടാണ് കേട്ടോ. മുട്ട കൊടുക്കടിയോ എനിക്ക്? മുട്ട വേണം ഒപ്പിട്ട് അച്ഛ മുട്ട വേണം. കിട്ടും മതി കിട്ടും. അടി അടി മുട്ട അപ്പൊ ഗൈസ് മുട്ട ബജി ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള മുട്ട ഇതാ അവിടെ വേവുന്നുണ്ട്. ഇതാ അവിടെ സെറ്റ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് മുട്ട. അപ്പോൾ അതങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. സമയം കുറേ ആയി, വൈകുന്നേരമായി. ഇങ്ങനെ ഇരുന്ന് നേരം കളഞ്ഞു. മക്കളൊക്കെ രാവിലെ കുളിപ്പിച്ച് ഇപ്പോൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. പോവാനായി നോക്കുമ്പോൾ ഇത്രയും ദിവസം ഭയങ്കര കളിയായിരുന്നു. പോവാനായി നോക്കുമ്പോൾ കരച്ചില്ല, അതെപ്പോഴും ഉള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ നേരത്തെ ഒരു കരച്ചിലും വീട്ടിലും എന്തെങ്കിലും ഒരു പനി നേരത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. ഇപ്പൊ രണ്ടാക്കും ഉണ്ട് കേട്ടോ, ഒരാൾക്കും പോലെ. എന്താ വന്നു ഇതാ അവിടെ യൂട്യൂബ് കാണാം കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ അടി ഇതാ ഈ റിമോട്ടിന് വേണ്ടിയിട്ടാണ്. റിമോട്ട് ഒരാൾക്കൊരു സമയം ഒരാൾക്കൊരു സമയം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണുമ്പോൾ ഇതിന് അടുത്ത ആൾ പിടിച്ചേറ്റി മാറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു അടി അവിടെ കൂടുതലുണ്ടാവും. അപ്പോൾ അതാ യൂട്യൂബിൽ മറ്റവും കുളിക്കാൻ പോയ സമയം നോക്കിയിട്ട് ഓൻ്റെ ഫേവറേറ്റ് കാർട്ടൂണൊക്കെ നോക്കി ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. ആരാ പറഞ്ഞ ഇന്റെ ഫേവറേറ്റ് ആണ്? ഇന്റെ ഫേവറേറ്റ് ഒന്നല്ല. എന്നാ അത് ആരാ പറ? കാർട്ടൂണിലുള്ള ആരാ പറ ഫേവറേറ്റ് ആണെങ്കിൽ? ആരാ ഓന്റെ പേര് പറ, ഓന്റെ പേര് പറ. ആ പേരൊന്നും അറിയില്ല. ഓന്റെ അടിപൊളി ഫേവറേറ്റ് ആണ്. പ്ലേറ്റ് അടിച്ചു പോവുക. അപ്പൊ ഗൈസ് നമ്മളെ ആദിൽ ഷാനും മെയിൻ വ്ളോഗർ ഇതാ കുളി കഴിഞ്ഞ് വന്ന് സുന്ദരന വന്നിട്ടുണ്ട്. സ്കൂൾ പാൻ്റൊക്കെ എടുത്തിട്ട് കേട്ടോ. എനിക്ക് പുതിയ യൂണിഫോം അല്ല, അതുകൊണ്ട് ഇത് മീനാജി സ്കൂളിന്റെ യൂണിഫോം. ആ പാൻറ് അതിനാ പിന്നെ തലവാർന്ന് കൊടുക്കണ. ഓ സുന്ദരാവട്ടെ. ഓ അതിനെന്താ വാങ്ങാലോ, നോക്കട്ടെ. ആ ഗൈസ് കാണുന്നുണ്ട്. അതാ അവന്റെ റോബോട്ടോ കാണുന്നുണ്ട്. അത് വാങ്ങിക്കൊടുക്കാൻ പോവാട്ടോ ഗൈസ് പറഞ്ഞു കേട്ടോ. ഗൈസ് അപ്പോൾ എനിക്കെന്തോ ഒരു മൂഡ് ശരിയില്ല കേട്ടോ. ചെറുതായിട്ട് പനി വരും പോലെ ഉണ്ട്, അതിൻ്റെതാണ്. അത് ഇവനും അന്നും അങ്ങനെ തന്നെയായിരുന്നു. ചെറുതായിരിക്കുമ്പോൾ ഇവിടെ വന്നു പോയാൽ പോകുന്ന അന്ന് അതുവരെ കുഴപ്പമുണ്ടാവില്ല, പോകുന്ന അന്ന് ഒരു ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലോ ഇങ്ങോട്ടെ കാക്കിയമ്പോനും കൂടി വേണ്ട. അയ്യോ എന്താടാ പിടിച്ചോട്ടോ താഴോട്ട് വീഴ. അയ്യോ കുഞ്ഞിവാവ ഉറങ്ങിട്ടോ. ഭയങ്കരമാണ്. നോക്ക് ഗൈസ്, ബൂസ്റ്റ് വാങ്ങി വെച്ചിട്ട് ഇവിടെ ബൂസ്റ്റ് അപ്പാട് തിന്ന രസമുണ്ടോ?
രസണ്ടാ അല്ല ഞാൻ ടേസ്റ്റ് നോക്കിയോട്ടെ. ഈ ബൂസ്റ്റ് പൊടിയൊക്കെ പച്ചക്കുന്ന രസമുള്ള സംഭവം കേട്ടോ. തിന്നാ പിന്നെ അങ്ങനെ ഇരുന്ന് തോന്നും. അത് മോത്തെന്താ മൈലാഞ്ചിയോ? എന്താ പറഞ്ഞ ആണോ? ബൂസ്റ്റിന് ഓരോ പുറകെ പോണോക്ക് മോനോന്ന് വിളിച്ചിട്ട് അയ്യോ പാലടിച്ചിട്ടോ പാവട്ടോ, അയ്യോ പാവട്ടോ. ഗൈസ് ഈ ടിവിയിൽ ഈ തിന്നുന്ന ഈ വീഡിയോ വെച്ചിട്ട് ഇവിടെ ഒരാളിരിക്കുന്ന നോക്കുതാ. വെള്ളം ഇറക്കി ഇന്ന് വലിച്ചിറങ്ങിയതാ വെള്ളം. അത് കണ്ടിട്ട് ചുണ്ടുകൂടെയൊക്കെ വലിച്ചിറങ്ങിയതാ. എന്താ ഇത്താത്ത തിന്നുന്നേ? പിന്നെയും പോയി കുപ്പായം മാറ്റി, പിന്നെയും പോയി കുപ്പായം മാറ്റിയിട്ട് വന്ന്. അതൊക്കെ മോനു ഓള് തിന്നുന്നുണ്ട് എല്ലാരും വെള്ളർക്കുന്നേ. എനിക്ക് വേണ്ടേ? ചിക്കൻ മാത്രല്ല എത്രയോ മുട്ട ഉണ്ട്, കൊറേ ചിക്കൻ കാലുണ്ട്. എന്താ ഓള് തിന്നണ ചോറ്? അതിനോട് വായ കൂടെ വെള്ളം ഒലിക്കണ്. എന്താണ് അതിനോ? അപ്പൊ ഗൈസ് ഇന്നേന് മുട്ട ബജിയൊക്കെ കൂടി മുട്ട മസാല ആക്കിട്ടോ. എല്ലാവർക്കും മുട്ട അപ്പാളാ വേണ്ടി, അതുകൊണ്ട് മുട്ട മസാല ഉണ്ടാക്കാൻ വിചാരിച്ച് ഇപ്പോൾ തൊരി വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ നമ്മുടെ മുട്ട മസാല ഉണ്ടാക്കാനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഇത് മുട്ട ഇവിടെ സെറ്റ് കേട്ടോ. ഇങ്ങോട്ട് തിരി ബൂസ്റ്റ് വന്നിട്ട് മോന്തോക്ക് എന്താ മോന്തങ്ങനെ എന്താ മോന്തങ്ങനെ. ഓന്നോ ഇപ്പൊ എന്തൊക്കെ മുത്തു ഇതാ ചേർത്തുനിന്ന് കിട്ടണം. എന്ത് ടേസ്റ്റ് അറിയോ? ഒരു ഗ്രീൻ പീസ് മസാല വെച്ചിരുന്നു. എൻ്റെ അമ്മോ ഞാനൊരു പുരയിലൊന്ന് ഉണ്ടാക്കി വെക്കി. നല്ല രസം. ഞങ്ങളന്ന് നാട്ടിൽ പോകുമ്പോൾ അടിയാൻ അവിടെ നിന്ന് വാങ്ങിത്തരും. ഞാൻ ആദ്യമായിട്ടോ അന്ന് കഴിച്ചത്. കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ്. ഞാൻ എന്നിട്ട് അത് ഇവിടെ വന്നൊരു പുരയിൽ വന്നിട്ട് ഉണ്ടാക്കി വെക്കി. നല്ല രസമുണ്ടായിരുന്നു. എന്താ ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, മറ്റെന്താ ഇട്ടെ ഗരം മസാല, ചിക്കൻ മസാല, ഇങ്ങനെ അത്രയും പൊടികളാട്ടെ ഇതിനകത്തിട്ട്. കരണ്ടടുപ്പ് ഓഫാക്കിയതാണോ? കുറച്ച് ഉപ്പ്. ആ ഇനി മുട്ട ഇടുക. കടുക് പറ അല്ലേ? ഒരു സ്പൂൺ എടുത്തൂടെയോ? ഇട്ടെന്താ കാട്ടണ മുത്തു? ഇട്ടെന്താ മുത്തു കാട്ടണേ? കുഞ്ഞ് രാവിലെ എന്നോട് പറഞ്ഞേനു നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെന്നില്ല. അധികം എരിവ് വേണ്ടല്ലോ. അപ്പൊ അതാ ഗായ്സ് നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി. മുട്ട വജിയൊക്കെ കൂടി മുട്ട റോസ്റ്റ് ആയി. എല്ലാവർക്കും ഇങ്ങനെയാ വേണ്ടത്. അപ്പൊ ഗായ്സ് ഇതാട്ടോ മുട്ട മസാല എല്ലാരും ഓരോന്നും എടുത്ത് കഴിക്കുന്നു. ഇവിടെ ചോദിച്ചില്ല മസാല ആക്കണോന്ന്. കഴിക്കണോ? അങ്ങനെ രസം. മസാല അല്ല വെള്ളം കൊണ്ടുവരാലോ. എനിക്കിഞ്ഞ് വെള്ളം കൊണ്ടുതരുമോ? കുഞ്ഞേ തിന്നാ
ഒന്ന് മഞ്ഞൊക്കെ പോയല്ലോ. ഒട്ടരുവില്ല. എന്നിട്ട് തൊള്ളത് നാക്കല്ലേ ഉള്ളത്. ഞങ്ങൾക്കൊക്കെ കരിഞ്ഞല്ലോ. എത്ര കൈ ഉണ്ടോ തിന്ന? അതിനും എക്സ്പ്രഷൻ കണ്ടിട്ട് നോക്കണോക്ക് എന്തിന്റെ കയ്യില്. വേണ്ട വേണ്ട വേണ്ട, എരിയും 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 എരിയും. അപ്പൊ ഗായ്സ് സാധനം അടിപൊളി കഴിഞ്ഞു. നല്ല എരിവുണ്ട്. രസമുണ്ടോ? ഒരു മുട്ട തിന്ന ഒരാളെടുത്ത് തന്ന പ്ലേറ്റ് നോക്കി. എന്തിനും കൂടിയാടാ അത്? കറിയായിപ്പോയോ?